മാത്സ്യൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഫിഗേഴ്സ്, ചിത്രരൂപത്തിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ഓരോ ചിത്രങ്ങളിലും എത്ര ത്രികോണങ്ങളുണ്ട്, ട്രയാങ്കിൾസ് ഉണ്ട്, എത്ര ചതുരങ്ങൾ, റെക്റ്റാങ്കിൾസ് ഉണ്ട്, എത്ര സ്ക്വയേഴ്സ്, സമചതുരങ്ങളുണ്ട് എന്ന് എണ്ണി നോക്കാതെ കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴിയാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ആദ്യം നിങ്ങൾക്ക് സ്ക്രീനിൽ ക്വസ്റ്റ്യൻസ് കാണാൻ കഴിയും. നിങ്ങൾ സ്വയം വീഡിയോ പോസ് ചെയ്ത് ഓരോ ചോദ്യത്തിൻ്റെയും ഉത്തരം നിങ്ങൾക്ക് കണ്ടെത്താൻ എളുപ്പത്തിൽ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ തുടർന്ന് കണ്ട് അതിൻ്റെ ട്രിക്ക് മനസ്സിലാക്കി വെക്കുക. ഓരോ ട്രിക്കും നോട്ട്ബുക്കിൽ വ്യക്തമായി കുറിച്ച് വെക്കുക. ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് എത്ര ട്രയാങ്കിൾസ് ഉണ്ട് ചില ചിത്രങ്ങളിൽ, എത്ര സ്ക്വയേഴ്സ് ഉണ്ട്, എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്, അതായത് ത്രികോണങ്ങൾ ഇതിൽ എത്രയുണ്ട്, അതേപോലെ തന്നെ എത്ര സമചതുരങ്ങളുണ്ട്, എത്ര ചതുരങ്ങളുണ്ട്, എത്ര പാരലോഗ്രാം സാമാന്തരീയങ്ങളുണ്ട്, എത്ര വരകളുണ്ട്. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. നമുക്ക് ഓരോന്നായിട്ടും പഠിച്ച് മനസ്സിലാക്കി പോകാം. ആദ്യം നമുക്ക് ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ട്രയാങ്കിൾസ്, ഹൗ മെനി ട്രയാങ്കിൾസ് ഇൻ ദിസ് ഫിഗർ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ത്രികോണത്തിൻ്റെ താഴത്തെ വരയിലേക്ക് മുകളിലുള്ള പോയിന്റിൽ നിന്ന് വരച്ചിട്ടുള്ള വരകളാണിത്. അപ്പോൾ ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം, ഇതിന് എത്രയായിട്ട് ഈ താഴെയുള്ള ഈ വരയെ എത്രയായിട്ട് എത്ര പീസാക്കും നോക്കിയാൽ മതി. ഇവിടെ ഒരു പീസ്, ഇവിടെ 2, ഇവിടെ 3. നോക്കൂ, 1, 2, 3 പീസാക്കുന്നു. ഈ പീസുകളുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ ട്രയാങ്കിൾസ് നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഈ 3 ഡിജിറ്റുകളും ഈ 3 സംഖ്യകളും തമ്മിൽ കൂട്ടി കിട്ടുന്നതായിരിക്കും ഇതിലാകെ വരുന്ന ട്രയാങ്കിളുടെ എണ്ണം, അതായത് ത്രികോണങ്ങളുടെ എണ്ണം. നോക്കാം, 1ഉം 2ഉം നോക്കൂ, 1ഉം 2ഉം 3ഉം കൂട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്ന് കിട്ടും. അപ്പോൾ ഇതിലാകെയുള്ള ട്രയാങ്കിൾസ് 6 എന്നാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഒരു ട്രയാങ്കിള്, ഇതിൻ്റെ ഇടയിൽ വരുന്നത് 2 ട്രയാങ്കിൾ, ഇത് 3ാമത്തെ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ. അടുത്തത് വരുന്നത് ഇത് ഒരു ട്രയാങ്കിൾ, 4ാമത്തത്, ഇത് ഒരു ട്രയാങ്കിൾ, 5ാമത്തത്, ഇത് വലിയ ട്രയാങ്കിൾ ത്രികോണം, 6ാമത്തത്. അങ്ങനെ ടോട്ടൽ 6 എണ്ണം കിട്ടും. എണ്ണി നോക്കാതെ തന്നെ ഇവയുടെ എണ്ണങ്ങൾ കണ്ടെത്തിയാൽ നമുക്ക് ടോട്ടൽ ചെയ്താൽ ടോട്ടലുള്ള ട്രയാങ്കിൾ കിട്ടും. ശ്രദ്ധിക്കണം, ഈ താഴത്തെ വരയിലേക്ക് മുകളിൽ നിന്നിങ്ങനെ വരച്ചാൽ വരുമ്പോഴാണ് ഈ പ്രത്യേകത ത്രികോണങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ ഉള്ളത് എന്നുള്ളതാണ്. ഇനി രണ്ടാമതൊരു ടൈപ്പ് ത്രികോണങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ള കാര്യം. ഇത് നമുക്ക് തന്നിട്ടുള്ളത് ഒരു സ്ക്വയറാണ് അല്ലേ, 4 സൈഡുള്ള ഒരു രൂപമാണ് തന്നത്. അതിന് നമുക്കിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ കഷണം ചെയ്തിട്ടുണ്ട് ഈ ഒരു പോയിന്റിൽ കൂടിയിട്ട് പല ലൈനുകൾ. അപ്പോൾ ആകെ ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട്, എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് കണ്ടുപിടിക്കാൻ ഏറ്റവും എളുപ്പ വഴി ഇതിന് എത്ര കഷണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട് എന്നാണ്. എത്ര ത്രികോണങ്ങളാക്കി ഇവിടെ മാറ്റിയിട്ടുണ്ട് ചെറിയത് നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8. 8 ചെറിയ ത്രികോണങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഈ എണ്ണം നമ്മൾക്ക് കിട്ടിയാൽ ഇതിൽ വരുന്ന ടോട്ടൽ ട്രയാങ്കിൾസ് ആകെയുള്ള എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. 8 എണ്ണമാണ് ഇവിടെ ചെറുതുള്ളതെങ്കിൽ ഇതിലാകെ വരുന്ന ത്രികോണങ്ങളുടെ എണ്ണം ആ 8നെ ടോട്ടൽ അവസാനം വരുന്ന 8നെ 2 കൊണ്ട് ഗുണിച്ചാൽ മതി, നമുക്ക് 16 കിട്ടും. അതായത് അവസാനം വരുന്നതിൻ്റെ ഡബിൾ ആയിരിക്കും ഇതിലാകെ വരുന്ന ത്രികോണങ്ങളുടെ എണ്ണം. അപ്പോൾ ഈ ചെറിയ 8 ത്രികോണം വന്നു കഴിഞ്ഞു. പിന്നെ അതിൽ വരുന്ന മറ്റു ത്രികോണങ്ങൾ, ഇത് വേറൊരു ത്രികോണമാണ്, അതുപോലെ ഇവിടെ വരുന്നു, ഇവിടെ വരുന്നു. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, എണ്ണി കണ്ടുപിടിക്കുക. എണ്ണാതെ കണ്ടുപിടിക്കാനുള്ള വഴിയാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. ടോട്ടൽ എണ്ണം എടുത്തിട്ട് അതിനെ ഈ രൂപത്തിൽ ചെയ്താൽ നമുക്ക് ആകെ എത്ര കിട്ടുന്നു? 16 കിട്ടുന്നു. ഈ 2 കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്, ഇതിൽ എത്ര ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നോക്കാം. ഇതിൻ്റെ അകത്തുള്ളത് മാത്രം നോക്കൂ. നിങ്ങൾ അകത്ത് നോക്കുമ്പോൾ 1, 2, 3, 4. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എത്ര വരും? 4 × 2, അതിൻ്റെ ഇരട്ടിയാണല്ലോ വേണ്ടത്, 8 വരും. അത് കൂടാതെ എത്ര ഉണ്ട് നോക്കൂ, 1, 2, 3, 4. അപ്പോൾ ഈ 8ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി? 12 കൂട്ടിക്ക്. 4 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടുന്നു? 12. അപ്പോൾ ഇതിലാകെ വരുന്ന ത്രികോണങ്ങളുടെ എണ്ണം 12 എന്ന് എളുപ്പത്തിൽ കണ്ടുപിടിക്കും. ഈ വിദ്യയാണ് ഇവിടെ നമ്മൾ ഉപയോഗിച്ചത്. ഓക്കെ, അപ്പോൾ ഇതിൽ എത്ര ത്രികോണങ്ങളുണ്ട് എന്നുള്ളതാണ് വേറൊരു വർഷം വന്നിട്ടുള്ള ചോദ്യം. നമുക്ക് നോക്കാം. ഇവിടെയും നമ്മൾ ഒരു ചതുരം 4 വശങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ നമ്പർ കൊടുക്കാം 2,
3 4. അപ്പോൾ 4 എണ്ണം വന്നു. 4 എണ്ണം വന്നാൽ ഇതിനകത്ത് വരുന്നത് എത്ര വരും? 4 × 2 നമുക്ക് 8 എന്ന് കിട്ടും. അത് കൂടാതെ വേറെ ഉണ്ടോ നോക്കൂ. 1 ഇവിടെ വരുന്നുണ്ട്, 1 ഇവിടെ വരുന്നുണ്ട് അല്ലേ? ഇവിടെ ഒന്നുണ്ട്, ഇവിടെയും ഒന്നുണ്ട്. അപ്പോൾ ആകെ എത്ര ഉണ്ട്? 2. അപ്പോൾ 8 × 2 നമുക്ക് എത്ര കിട്ടുന്നു? 10. അപ്പോൾ ഇതിൽ വരുന്ന ആകെ ത്രികോണങ്ങളുടെ എണ്ണം നമുക്ക് കിട്ടുന്നു 10 എന്ന് കിട്ടുന്നു. എത്ര സിമ്പിളാണ്, ആലോചിച്ച് നോക്കൂ. അപ്പോൾ ഈ ചതുരത്തിനകത്ത് ക്രോസ് ചെയ്തിട്ടുള്ള വര വരുമ്പോൾ അതിൻ്റെ എണ്ണം കണ്ടുപിടിച്ച് അതിൻ്റെ ഡബിൾ എടുത്ത് നോക്കുക. ബാക്കി എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ ആ എക്സ്ട്രാ വരുന്നത് നോക്കുക. ചിലപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സ്ട്രാ ലൈൻ വരുമ്പോൾ ഈ ലൈൻ വേറെ ട്രയാങ്കിൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ കണ്ടെത്തേണ്ടി വരുമെന്നുള്ളതാണ്. ഇനി നോക്കുക, ഇത് ഇങ്ങനെ പറഞ്ഞ രൂപത്തിൽ പെടാത്ത ട്രയാങ്കിൾസിൻ്റെ എണ്ണമാണ് ഇതിൽ വരുന്നത്. ഇത് നോക്കൂ, ഇതൊരു നക്ഷത്രം, സ്റ്റാറാണ്. ഇതിൽ എത്ര ട്രയാങ്കിൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴി ഇവിടെയും 1 2 3 4 5 ഇത് പെട്ടെന്ന് നിങ്ങൾ കണ്ടെത്തുന്നതാണല്ലോ. ഈ 5 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഡബിളായിരിക്കും ഇവിടെ വരുന്നത്. 5ൻ്റെ നേരെ ഡബിൾ എത്ര വരും? നമുക്ക് 10. അപ്പോൾ നിങ്ങൾ കരുതും ആ 10 എന്ന് പറയുമ്പോൾ അതിലത്തെ എക്സ്ട്രാ 5 എണ്ണം ഏതാണെന്ന് നിങ്ങൾക്ക് നോക്കുക. ഈ ഒരു വലിയ ട്രയാങ്കിൾ, ഇവിടെ വരുന്ന ഒരു ട്രയാങ്കിൾ കണ്ടില്ലേ? ഇത് വരുന്നുണ്ട്. അതേപോലെ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ ഒന്ന് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ വരുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ ഇവിടെ വരുന്നുണ്ട്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെയും വരുന്ന വലിയ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ 5 എണ്ണം മൂലകളിലും 5 എണ്ണം അതിൻ്റെ അകത്തും വരുന്ന ട്രയാങ്കിളാണ്. അത് കണ്ടുപിടിക്കാൻ നക്ഷത്രത്തിൻ്റെ രൂപത്തിൽ വന്നാൽ ടോട്ടൽ ട്രയാങ്കിൾസ് എത്രയുണ്ട് വെച്ചാൽ 5 മൂലക്ക് 5 എണ്ണം വരുമ്പോൾ അതിൻ്റെ നേരെ ഡബിളായിരിക്കും. ആ ഡബിൾ വരുന്നത് ഇതിനകത്തുള്ളതാണ് എന്നർത്ഥം. അപ്പോൾ ടോട്ടൽ വരുന്നത് 10. 5ഉം 5ഉം 10 എണ്ണം ഇത് വരുന്നത്. അപ്പോൾ ട്രയാങ്കിൾസിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ കുട്ടികൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. ഇനി നമുക്ക് നോക്കേണ്ടത് സ്ക്വയറാണ്. ഇത് ഒരു സമചതുരമാണ് അല്ലേ? സ്ക്വയറാണ്. 4 വശങ്ങൾ തുല്യമായിട്ടുള്ള രൂപമാണ്. അതിന് ഓരോരോ സൈഡിലും 3 ചെറിയ സ്ക്വയേഴ്സ് കാണുന്നുണ്ട്. ഇതിലാകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? ചെറുതും വലുതുമായിട്ട് ആകെ എത്ര സമചതുരങ്ങളുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ക്വയേഴ്സ് എത്രയുണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം ഇവിടെ 1 എഴുതുക, ഇവിടെ 2 എഴുതുക, ഇവിടെ 3 എഴുതുക. കറക്റ്റ്. ഓക്കെ, ഇവിടെ 2 എഴുതുക, ഇവിടെ 3 എഴുതുക. ഇവിടെ 1 2 3, ഇവിടെ 1 2 3. നോക്കുക, ഈ 1ൻ്റെ കൂടെ നോക്കൂ, ഈ 1ൻ്റെ കൂടെ ഈ 2ഉം 2ഉം മൾട്ടിപ്ലൈ ചെയ്യുക, 3ഉം 3ഉം മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 + 2 × 2 കിട്ടും, +3 × 3 കിട്ടും അല്ലേ? 1. അപ്പോൾ നമുക്ക് കിട്ടും 1 + 2 × 2 4, 3 + 3 9, 1 4 5 9 14 എന്ന് കിട്ടും. അപ്പോൾ ടോട്ടൽ നമുക്ക് കിട്ടുന്നത് 14 സ്ക്വയേഴ്സാണ് ഇതിനകത്ത് ആകെ വരൽ. അതെങ്ങനെയാണ് നോക്കുക? 1 ഇവിടെ വരുന്നത്, ഇങ്ങനെ ചെറിയ ട്രയാങ്കിൾസ് സ്ക്വയർ വരുന്നത്, ചെറിയ കള്ളികൾ വരുന്നത് നമുക്ക് എത്ര കിട്ടും? 9 എണ്ണം കിട്ടിക്കഴിയും. പിന്നെ ഇങ്ങനെയുള്ളതൊന്നുണ്ട്, ഇങ്ങനെയുള്ളതൊന്നുണ്ട്, ഇങ്ങനെയുള്ളതുണ്ട്, ഇങ്ങനെയുള്ളതുണ്ട്, ഇത് വലിയതായിട്ടുണ്ട്. അങ്ങനെ എല്ലാം കൂട്ടുമ്പോഴാണ് നമുക്ക് എത്ര കിട്ടുന്നത്? 14 എണ്ണം കിട്ടുന്നത്. ഇനി ഇങ്ങനെയല്ലാതെ ചില കുട്ടികൾ വേറൊരു രീതി പഠിച്ചു വെച്ചിട്ടുണ്ടാവും. അതായത് 1 2 3 ആണ് വരുന്നതെങ്കിൽ ഈ 1ൻ്റെ സ്ക്വയറും 2ൻ്റെ സ്ക്വയറും 3യുടെ സ്ക്വയർ കൂട്ടിയാലും ഇതേ ആൻസർ കിട്ടും. അതായത് 1 സ്ക്വയർ + 2 സ്ക്വയർ + 3 സ്ക്വയർ എടുത്തു കഴിഞ്ഞാൽ 1ൻ്റെ സ്ക്വയർ 1 + 4 + 9 എത്ര കിട്ടും? അതും നമുക്ക് 14 എന്ന് കിട്ടും. അങ്ങനെ ചെയ്യാം. ഇങ്ങോട്ട് എഴുതാതെ തന്നെ ഈ 1 2 3 എഴുതിയിട്ട് ഓരോന്നിൻ്റെയും സ്ക്വയർ വർഗ്ഗങ്ങൾ കണ്ട് കൂട്ടിയാലും അതിൻ്റെ സ്ക്വയറിൻ്റെ എണ്ണം കിട്ടും എന്നർത്ഥം. ഓക്കെ, ഇപ്പോൾ സ്ക്വയറിൻ്റെ കാര്യം 3 എണ്ണം ആകുമ്പോൾ 3 വരെ വരും, 4 എണ്ണം ആകുമ്പോൾ 4 വരെയുള്ള അതിൻ്റെ സ്ക്വയർ എടുത്ത് കൂട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട് എന്നുള്ളതാണ്. ചതുരങ്ങൾ ഇതിൽ എത്രയുണ്ട്? ഇവിടെ നോക്കുക, ഇത് സ്ക്വയർ അല്ല തന്നത്. നമുക്ക് സ്ക്വയറിൻ്റെ ഇവിടെ 4 എണ്ണം ഉണ്ട്, ഇവിടെ 3 എണ്ണം ഉണ്ട്. അപ്പോൾ റെക്റ്റാങ്കിൾ ചതുര രൂപത്തിലുള്ളതാണ് തന്നത്. അപ്പോൾ ഇതിൽ എത്ര ചതുരങ്ങളുണ്ട്, റെക്റ്റാങ്കിൾസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാനുള്ള വഴി ഇവിടെ നമ്പർ എഴുതാം. 1 2 3 4 എന്നെഴുതുക, ഇവിടെ നമ്പറുകൾ. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 2 3 എന്ന് ഇവിടെ കിട്ടുമല്ലോ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടുക. 1 2 3 3 3 6 6 4 10. 1 + 2 + 3 + 4 നമുക്ക് എത്ര കിട്ടും? 1 2 3 3 6 4 10 കിട്ടി. ഇത് കൂട്ടുക. 1 + 2 + 3, ഈ 1 ഇങ്ങോട്ടും കൂട്ടണം, 1 ഇങ്ങോട്ടും കൂട്ടണം. അപ്പോൾ എത്ര കിട്ടി? 1 + 2 + 3 നമുക്ക് കിട്ടി 6. ഇനി ഈ 2 നമ്പറുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 6 മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾക്ക് മനസ്സിലാവും ഇതിൽ 60
റെക്റ്റാങ്കിൾസ് ഇതിന് അകത്തുണ്ട് എന്നുള്ളത്. അപ്പോൾ കണ്ടുപിടിക്കാൻ വഴി നീളത്തിൽ നമ്പർ എഴുതിയിട്ട് അവയെല്ലാം ആഡ് ചെയ്യുക, ഈ മുകളിലോട്ട് വെർട്ടിക്കലായിട്ട് എഴുതിയിട്ട് അവയെല്ലാം ആഡ് ചെയ്യുക, രണ്ടും കൂടെ കിട്ടിയത് മൾട്ടിപ്ലൈ ചെയ്യുക, ഇങ്ങനെയുള്ളത് കൂട്ടുക, ഇങ്ങനെയുള്ളത് കൂട്ടുക, രണ്ടും കൂടെ ഗുണിക്കുക. അപ്പോൾ റെക്റ്റാങ്കിൾസിന് എണ്ണായല്ലോ. അപ്പോൾ ഒരു വർഷം ഉണ്ടായ ചോദ്യമാണ് ഈ ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾസ്, എത്ര ചതുരങ്ങൾ ഇതിലുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇതേമാതിരിയുള്ള രൂപം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ 1 എഴുതുക, ഇവിടെ 2 എഴുതുക, ഇവിടെ 1 ഇവിടെ ഉണ്ട്, അപ്പോൾ ഇവിടെയും 2 എഴുതി. നോക്ക്, 1ഉം 2 കൂട്ടുക, എത്ര കിട്ടും നമുക്ക്? 1 + 2 നമുക്ക് 3 കിട്ടും. 1 + 2 ഇവിടെയും നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. ഈ 3യും 3യും മൾട്ടിപ്ലൈ ചെയ്യാം, നമുക്ക് എത്ര കിട്ടും? 9. ഈസി ആയിട്ട് നമുക്ക് കിട്ടി 9 റെക്റ്റാങ്കിൾസ്, 9 ചതുരങ്ങൾ ഇതിനകത്തുണ്ട്. കാരണം ഇപ്പുറത്തെ കാണുന്നതെല്ലാം ത്രികോണങ്ങളാണ് അല്ലേ, ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാം, ഇവിടെ 9 ഉണ്ട് നോക്കാം. ഇവിടെ നോക്ക്, ഇത് 1ആയി, ഇത് 2ആയി, ഇത് 3ആയി, ഇത് 4 എണ്ണായി. 4 എണ്ണം കിട്ടി. അപ്പോൾ എത്ര കിട്ടി? 4 കിട്ടി. ഇനി നമുക്ക് നോക്കേണ്ടത് ഇത് നോക്ക്, ഇതാ ഇങ്ങനെയുള്ളത് 1ആയി, ഇങ്ങനെയുള്ളത് 1ആയി. അപ്പോൾ അതെങ്ങനെ എത്രണ്ണായി? 2 എണ്ണായി. ഇങ്ങനെയുള്ളത് 1ആയി, ഇങ്ങനെയുള്ളത് 1ആയി. അപ്പോൾ അതും എത്ര കിട്ടി? 2 കിട്ടി. പിന്നെ ഇങ്ങനെയുള്ളത് ഫുള്ള് കൂട്ടിയാൽ, ഫുള്ള് എടുത്താൽ അതും 1ആയി. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 4 × 2 6 × 2 8 1 9 കിട്ടി. ഇങ്ങനെ എണ്ണി നോക്കി കണ്ടുപിടിക്കാതെ എളുപ്പത്തിൽ ചെയ്യാനാണ് 1 2 ആഡ് ചെയ്യുക, 1 2 ആഡ് ചെയ്യുക, രണ്ടും കൂടെ ഗുണിക്കുക, കൂട്ടി കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പഠിച്ചു. ഇതിൽ എത്ര പാരലോഗ്രാംസ് ഉള്ളു എന്നുള്ളതാണ്, എത്ര സാമാന്തരികങ്ങളുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ സെൻസ് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര സാമാന്തരികങ്ങളുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് എത്ര ചതുരങ്ങളുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നത് അല്ലേ. എത്ര പാരലോഗ്രാം ഉണ്ട് പറഞ്ഞ പോലെ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ മതി. ഇതേ ഐഡിയ തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ നമ്പർ ചെയ്യാം? 1 2 3 4, ഇവിടെ 2, ഇതെല്ലാം ആഡ് ചെയ്യാം. 1 2 3 3 6 4 നമുക്ക് എത്ര കിട്ടും? 10. 1ഉം 2ഉം നമുക്ക് എത്ര കിട്ടും? 3. 10 × 3 നമുക്ക് എത്ര കിട്ടും? 30. അപ്പോൾ ഇതിൽ എത്ര പാരലോഗ്രാംസ് ഉണ്ടാവും? 30 ഉണ്ടാവും. ഇത് ഒരു വർഷം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇതിനെ ഏത് രൂപത്തിൽ ഉപയോഗിക്കാം? റെക്റ്റാങ്കിളിൻ്റെ ആ രൂപത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇനി മറ്റൊരു തരത്തിൽ എങ്ങനെയാണ് ചോദ്യം വരുന്നത്? എത്ര ത്രികോണങ്ങൾ ഉണ്ടാവും നമ്മൾ പഠിച്ചു, എത്ര ചതുരങ്ങൾ പഠിച്ചു, എത്ര സ്ക്വയറുകൾ എന്ന് പഠിച്ചു. ഓക്കെ, ഇനി പറയാൻ മതി ഈ ചിത്രത്തിൽ എത്ര വരകളുണ്ട്, എത്ര ലൈൻസ് ഉണ്ട് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. മിനിമം നമുക്ക് നോക്കുമ്പോൾ ഇതിൽ എത്ര ലൈൻസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. മാക്സിമം എത്ര ലൈനുകൾ ഇതിൽ നമുക്ക് ഉണ്ട് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതായത് എത്ര വരകൾ ഉണ്ട് എന്നുള്ളത്. ചെറിയ ചെറിയ കുഞ്ഞു വരയല്ല ഉദ്ദേശിച്ചത്, എത്ര വരകൾ ഇതിൽ ആകെ ഉണ്ട് എന്നുള്ളതാണ്. നോക്കാം, നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പ വഴിയാണ്. ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. 1 2 3 4 5 ഇങ്ങനെ വരുന്നു. പിന്നെ 1 2 3 4 5 ഇങ്ങനെ വരുന്നു. 5 5 നമുക്ക് എത്ര കിട്ടും? 10 എന്ന് കിട്ടി. പിന്നെ നമുക്ക് എങ്ങനെ വരുന്നു? 1 ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്, 2 ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്, 3 ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3 കിട്ടി. പിന്നെ നമുക്ക് എങ്ങനെ വരയ്ക്കുന്നുണ്ട്? 1 വരയ്ക്കുന്നുണ്ട്, 2 വരയ്ക്കുന്നുണ്ട്, 3 വരയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 3. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും നോക്കിയാൽ 16 ലൈൻസ് നമുക്ക് കിട്ടും. ഒന്നുകൂടി നോക്കിക്കോളൂ. 1 2 3 4 5, 1 2 3 4 5, 5 5 10 ആയി കഴിഞ്ഞു. പിന്നെ നമുക്ക് വരുന്നത് നോക്കിക്കോ, ഇത് 4 എണ്ണം വരുന്നുണ്ട് അല്ലേ. ഈ ഇങ്ങനെയുള്ളത് 4 എണ്ണം വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ 2 എണ്ണം വരുന്നുണ്ട്. ടോട്ടൽ നമുക്ക് കിട്ടും 16 ലൈൻസ് ഇതിലുണ്ട് എന്ന് കിട്ടും. ഇത് നമുക്ക് എണ്ണി കണ്ടുപിടിക്കാൻ ഉള്ളൂ. ബാക്കിയുള്ളതിന് ത്രികോണം കണ്ടുപിടിക്കാനും അതേപോലെ തന്നെ ചതുരങ്ങൾ കണ്ടുപിടിക്കാനും സമചതുരങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനും ഓക്കെ മനസ്സിലായില്ലേ. ട്രയാങ്കിൾസ്, റെക്റ്റാങ്കിൾസ്, സ്ക്വയേഴ്സ് ഇവയുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള എളുപ്പ വഴികളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് പുതിയ ഐറ്റങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.